വൈകുന്നേരം ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്കാൻ പോകും കേട്ടോ. ഞാനും കാർത്തിക്കുട്ടനും. ഓന് മേലേക്കുന്ന കാര്യത്തിൽ വലിയ മടിയൊന്നുമില്ല. ഞാൻ ഓനെയും കൊണ്ട് പോകാട്ടോ. പിന്നെ റൂമിലെത്തി കാർത്തിക്കുട്ടനെ ഞാൻ അവിടെ കടത്തിയതിന് ശേഷം ഞാൻ നേരെ പോയത് തുണികൾ എടുക്കാനാട്ടോ. ഇന്നാണെങ്കിൽ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാട്ടോ. ഇവിടെ നല്ല രസമാട്ടോ താഴത്തേക്കൊക്കെ കാണാൻ, മഴയത്തൊക്കെ പ്രത്യേകിച്ച്. വാഷിംഗ് മെഷീൻ ഉണ്ടായത് കൊണ്ട് അലക്കാൻ സുഖമായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ അലക്കി കൂട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെ കേട്ടോ. കുട്ടീൻ്റെതാണെങ്കിലും ഞങ്ങളതും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബെഡ്ഷീറ്റ് മാറ്റിലൊക്കെ ആകുമ്പോഴേ ഒരു ലോഡ് തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യം റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കാർത്തിക്കുട്ടനുണ്ട് കേട്ടോ അവിടെ. ഞാനത് തുണി മടക്കി ആകുമ്പോൾ കാർത്തിക്കുട്ടൻ അവിടെ നിന്ന് എൻ്റെ ചെറുതായിട്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേഗം തുണികളൊക്കെ മടക്കി വെച്ച് കുറേ ഉണ്ട്. അപ്പോൾ റൂമൊന്ന് ക്ലീൻ ആവണം. ഞാൻ കാർത്തിക്കുട്ടനൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടോ. അവന് തണുപ്പ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവനൊന്ന് കുളിപ്പിച്ചത്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകാണ് കേട്ടോ. അടങ്ങി നിൽക്കണേന്ന് പറഞ്ഞിട്ടോ പോണത്. ഞാൻ കുളിക്കുന്നപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം താഴത്തേക്ക് പോവാണ്. ലൈറ്റൊക്കെ ഓഫാക്കി മെല്ലെ താഴത്തേക്ക് പോവാം. താഴത്ത് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവും. കുറച്ച് ഇസ്തിരി ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഷർട്ടൊക്കെ പിന്നെ അച്ഛൻ്റെ ഇടാണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതാണ് ഇട്ടത് കേട്ടോ. ഇസ്തിരി ഉണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടമാട്ടോ ഇസ്തിരി ഇടുന്നത്. ഞാൻ തേക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മ പേരയ്ക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇസ്തിരി എല്ലാം കഴിഞ്ഞു.